ചില ദിവസങ്ങളിൽ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും തോന്നില്ല അല്ലേ? എനിക്ക് ഈ ഇടയിൽ ഒരു ദിവസം കുക്ക് ചെയ്യാനൊന്നും ഒരു മൂഡില്ല, ആകെ ഒരു ടയേർഡ്നെസ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ഫീലുണ്ട് കേട്ടോ, കുറച്ച് എരിവും പുളിയൊക്കെ ആയിട്ട്. എന്നാൽ മസാലയൊന്നും കഴിക്കാനുള്ളൊരു മൂഡിലുണ്ടായിരുന്നില്ല. വേഗം ഒന്ന് കുക്ക് ചെയ്ത് വേണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കാനുള്ളൊരു ഫീലിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ എന്തിന് ഡിന്നറായിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഇരുന്നോട്ടെ. അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് 2-3 ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നപ്പരിപ്പിനെയും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുക്കാനായിട്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം നമ്മുടെ ഒനിയൻ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു 2-3 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായി അങ്ങോട്ട് ഉള്ളി ശരിക്ക് ചൊക്കൻ അങ്ങോട്ട് വറുത്തെടുത്തു. അപ്പോൾ വേഗം വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ചൊരു പുളിയൊക്കെ നമ്മുടെ ഈ ഇതിനുണ്ടാവും, ഫുഡിനുണ്ടാവും. നിങ്ങൾക്ക് ഇതിലിപ്പോൾ പുളി ഇഷ്ടമല്ലെങ്കിൽ ഈ ടൊമാറ്റോ ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിതിപ്പോൾ ടൊമാറ്റോ ഇട്ട് കുറച്ച് പുളിയോടുകൂടിയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇതൊന്ന് നന്നായി സോഫ്റ്റായിട്ട് ആവുന്നവരെ നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം. കുക്കാവട്ടെ. ഒരു 5 മിനിറ്റ് നല്ലോണം അടച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഈ ടൊമാറ്റോനെ ഒന്ന് നന്നായി മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൊമാറ്റോൻ്റെ ഫ്ലേവറൊക്കെ നന്നായി അതിലേക്ക് ഇറങ്ങും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഓൾറെഡി പച്ചമുളകും ചുവന്ന മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ലേശം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേറെ മസാലകളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ മസാലയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിറയെ 1 കപ്പ് നിറയെ ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും, ഫ്രോസൺ ഗ്രീൻ പീസാണ്, ഇതെല്ലാം കൂടി നല്ലോണം 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിറയെ വെജിറ്റബിൾ ലോഡഡ് ആണ് ഇന്നത്തെ ഈ സംഭവം. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ക്യാരറ്റും ബീൻസും ഒക്കെ ആ ടൊമാറ്റോയിലേക്കും എരിവിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാകും. ഇനി അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ കുക്കാവുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ് വേണമെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് കഴിച്ചാൽ മതി. ഇതിൽ നിറയെ ലോഡഡ് വിത്ത് വെജിറ്റബിൾസ് തന്നെയാണ്. ഇത് വെയിറ്റ് ലോസ് അല്ലാത്ത ആൾക്കാർക്കും കഴിക്കാം. ഇനി അതിലേക്ക് നല്ല വറുത്ത് വെച്ചിട്ടുള്ള സേമിയ 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ 2 കപ്പ് വെള്ളം, കറക്റ്റായിട്ട് ഡബിൾ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് മെല്ലെ ഇരുന്ന് കുക്കാവട്ടെ. ഉപ്പ് പോരായെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടില്ല, വെന്തുകൊണ്ടേയിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് എടുത്ത് എല്ലാ ഭാഗത്തേക്കും വെജിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് ഇങ്ങനെ സേമിയ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും ചെയ്യും കേട്ടോ. ഇനി ഇതാ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എഗെയിൻ ഞാനൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെള്ളം വറ്റുകയും ചെയ്യണം. അതിനാണ് ഇത് ചെയ്യുന്നത്. അടി പിടിക്കരുത്, വെള്ളം വറ്റണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വറ്റിയപ്പോൾ നിറയെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി എല്ലാവിടെയും ഒന്ന് തൂവി കൊടുക്കുക. നെയ്യ് ഓപ്ഷനാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ തന്നെ തൂവിക്കൊടുത്താലും മതി. 2 മിനിറ്റ് അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഇത് 2 മിനിറ്റ് അടച്ച് കഴിഞ്ഞപ്പോൾ ആ നെയ്യൊക്കെ അതിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ടൊമാറ്റോ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബിരിയാണി പോലെയോ അതല്ല വേറെ എന്തെങ്കിലും പോലെയൊക്കെ നമുക്ക് കഴിക്കാം. ഇത് നല്ല അടിപൊളിയായി കുറച്ചും പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. ഇതാണെങ്കിൽ 10 മിനിറ്റേ വേണ്ടൂ. അപ്പം നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ മൂഡൊന്നും ഇല്ലാത്ത ദിവസം ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. മൂടുള്ള ദിവസം ട്രൈ ചെയ്തുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഈ കുട്ടികളാണെങ്കിലും ആർക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊതുവെ ഇഷ്ടമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ. താങ്ക് യു.